നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. നവഗ്രഹങ്ങളിൽ അങ്ങേയറ്റം ശക്തനായ ആദിത്യൻ, ആത്മപ്രഭാവകാരകനായ പിതൃകാരകനായ ഒരു വ്യക്തിയുടെ സർവതോമുഖമായ വ്യക്തിപ്രഭാവത്തെ സ്വാധീനിക്കുന്ന ഗ്രഹം സൂര്യൻ നീചസ്ഥനായി വരികയാണ്. എവിടെയാണ് സൂര്യൻ്റെ നീച ക്ഷേത്രം എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നു? സൂര്യൻ്റെ ഉച്ചക്ഷേത്രം മേടമാകുന്നു. മേടം 10 അത്യുച്ചമാകുന്നു, 10-ാം ഉദയം. സൂര്യൻ്റെ നീചക്ഷേത്രം തുലാമാകുന്നു. തുലാം 10 അതിനീചമാകുന്നു. നമ്മുടെ നാട്ടിൽ തുലാപ്പത്തിന് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന വലിയ സംഭവം തന്നെയുണ്ട്. പിതൃക്കളുടെ സന്തോഷം കൊടുക്കുക, ഈന്തിൻ്റെ പായസം ഇതൊക്കെ വെച്ച് കൊടുത്ത് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന അപ്പവും പഴവും ഒക്കെ കൊടുത്ത് പിതൃക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിനമാകുന്നു തുലാം 10. ഇതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2025 ഒക്ടോബർ 17-ാം തീയതി, അതായത് 1201 കന്നിമാസം 31-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, മേടം മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ സൂര്യൻ്റെ ചരവശാലുള്ള നീചരാശിയിലേക്കുള്ള മാറ്റം എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, സൂര്യൻ ആത്മപ്രഭാവമാണ്, വ്യക്തിത്വമാണ്, ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ പൂർണ്ണതയാണ്, തൻ്റെ പിതാവാണ്. താതസ് ആത്മപ്രഭാവോ ദ്യുമണിഹി, അച്ഛനും തൻ്റെ ആത്മപ്രഭാവവുമാകുന്നു സൂര്യൻ. ചന്ദ്രൻ അമ്മയും മനസ്സുമാണ്. ആത്മപ്രഭാവകാരകനായ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരാൾക്ക് തൻ്റെ പ്രഭാവത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള കരുത്തുണ്ടാകും. ആ കരുത്ത് നഷ്ടപ്പെടുന്ന ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. വളരെ സൂക്ഷ്മമായി നമുക്ക് ചിന്തിക്കണം. ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് സൂര്യൻ്റെ തുലാരാശിയിലേക്കുള്ള മാറ്റം അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലമായി വരുന്നത് എന്ന വിഷയം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാണ്. ഇവിടെ മേടൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് തുലാമാസത്തിലേക്ക് നിൽക്കുമ്പോൾ അത് 7-ാം ഭാവമാണ്. 7-ാം ഭാവത്തിലാണ് സൂര്യൻ നീചസ്ഥനായി നിൽക്കുന്നത്. എന്താണ് 7-ാം ഭാവം? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നു. വിവാഹം, അതിനാലോകം, ഭാര്യാഭർത്ത് സമാഗമ, ശയ്യ, സ്ത്രീസത്മൻ, അഷ്ടാർത്ഥ, മൈഥുന്യാനബി, സപ്തമ. വിവാഹം, കാമം, ഭാര്യാസുഖം, ഭാര്യാഗൃഹം, തൻ്റെ യാത്ര, ദേവാലയത്തിൽ ദേവൻ്റെ ആഭരണങ്ങൾ അല്ലെങ്കിൽ ദേവാലയത്തിൽ ജനങ്ങൾ വരുന്ന സ്ഥലം, ദേവാലയത്തിൽ ജനങ്ങളുടെ ആഗമനം, ദേവൻ്റെ ആഭരണങ്ങൾ, ഇതൊക്കെയാണ് 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ 7-ാം ഭാവത്തിലൊരു പാപഗ്രഹം നിൽക്കുന്നത് നല്ലതാണോ? ശുഭഗ്രഹങ്ങൾ വളരെ നല്ലതാണ്. 7-ാം ഭാവത്തിൽ ശുഭഗ്രഹം വന്നാൽ വിവാഹ തീരുമാനമുണ്ടാകും, നല്ല സ്ത്രീകളുമായുള്ള ബന്ധങ്ങളുണ്ടാകാം, നല്ല യാത്രകളാകാം, വിദേശത്തുള്ള സുഹൃത്തുക്കൾ വരാം, അവരുടെ നന്മകൾ വരാം, ദേവാലയത്തിൽ ദേവന് ധാരാളം ആഭരണങ്ങൾ ലഭിക്കും, ജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തും. ഇവിടെ പക്ഷേ സൂര്യൻ്റെ ഒരു പാപഗ്രഹമാണ്. പാപഗ്രഹമായ സൂര്യൻ 7 നിൽക്കുമ്പോൾ വളരെ ദോഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം ഒറ്റൊരു ഫലം മാത്രമാണ്. സ്ത്രീവിർഗത പരിഭവം മതകേ പതങ്കി, സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാകും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഇവിടെ 7-ാം ഭാവാധിപനായ ഗ്രഹം ചൊവ്വ നീചസ്ഥനാണ് എന്ന് പ്രത്യേകം കൂട്ടി വായിക്കണം. കന്നിരാശിയിൽ ശുക്രൻ നീചസ്ഥനായി നിൽക്കുന്നു, വിവാഹവതി. ആ ഭാവത്തിലാണ്, വിവാഹ സ്ഥാനത്താണ് സൂര്യൻ നീചസ്ഥനായി വരുന്നത്. അതിനാൽ സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാവുക, ദാമ്പത്യത്തിൽ പരിഭവം ഉണ്ടാവുക. അതിനുമപ്പുറം 7-ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങളാണുള്ളത്. സ്ത്രീയുടെ ജാതത്തിൽ 7-ൽ 3 ഗ്രഹങ്ങൾ വന്നാൽ മിശ്രേത് പുനർഭൂർഭവേത്, പുനർവിവാഹ യോഗമാണ് പറഞ്ഞിരിക്കുന്നത്. പുരുഷജാതത്തിൽ മിശ്രഗ്രഹങ്ങൾ വന്നാൽ, മിശ്രഗ്രഹങ്ങളാണ്, 3 ഗ്രഹങ്ങൾ വരണം. 7-ൽ ഗ്രഹം പെരുത്തിയിടിൽ ഭാര്യമാർ പലരായി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7-ാം ഭാവത്തിൽ കൂടുതൽ ഗ്രഹങ്ങൾ വന്നാൽ പല ഭാര്യമാരുണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും വിവാഹത്തിൽ പ്രതിസന്ധികളൊക്കെ, ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയൊക്കെ സ്വീകരിക്കാനൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ്. ഈ ഒരു മാസക്കാലം ഡൈവേഴ്സിന് തീരുമാനമാകും. അതാണ് സ്ത്രീവർഗത പരിഭവം. സ്ത്രീകൾക്ക് പരിഭവം വരും. അതിനാൽ ഡൈവേഴ്സിന് സാധ്യത ഏറ്റവും കൂടിയ മാസമാണിത്. വക്കീലന്മാർക്ക് ധാരാളം പണി വരുന്ന മാസമാണിത്. എന്നിട്ട് മറ്റൊരു വിവാഹത്തിനുള്ള തീരുമാനം. ഇന്ന് പലപ്പോഴും ഡൈവേഴ്സിന് തീരുമാനിക്കുമ്പോൾ തന്നെ മറ്റൊരാളെ കണ്ടുപിടിക്കും, പുരുഷനായാലും സ്ത്രീയായാലും. ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ് പലപ്പോഴും
ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ പഴയ രീതിയിൽ പഴയ സുഹൃത്തുക്കളാണ്. അന്ന് പ്രണയം പറയാൻ പറ്റിയില്ല. ഇതൊക്കെ ഇപ്പോഴാണ് പറയുക, മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെടുകയാണ്. ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ചുറ്റിക്കറങ്ങും. പിടിക്കപ്പെടുമ്പോൾ പിന്നെ അത് ഡൈവേഴ്സലാകും. പിന്നെ അവർ ധൈര്യത്തിൽ വിവാഹത്തിലേക്ക് നയിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പണ്ട് 18% വിവാഹമായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഡൈവേഴ്സായത്. ഇന്നത് 25 കഴിഞ്ഞ് 30 ആവുകയാണ്. അത്രത്തോളം വിവാഹത്തിന്, ഫാമിലി ലൈഫിന് യാതൊരു വിലയുമില്ലാത്ത ഒരു സ്ഥിതി സംജാതമാവുകയാണ്. ഏതായാലും മേടൻ രാശിക്കാർക്ക് ഈ ഒരു സൂര്യൻ്റെ സ്ഥിതി അത്ര ഗുണമല്ല. ദ്യുനാഥോ യഥാ ദ്യൂന യാതോ നരസ്യ പ്രിയാതാപനം പിണ്ടപീഡാച ചിന്ത. ഇവിടെ പ്രിയാതാപനം, തൻ്റെ ഭാര്യയ്ക്ക് താപനം കൊടുക്കും, പ്രിയക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് താപനം കൊടുക്കും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അച്ഛനും ഈ സമയം വളരെ ദോഷമാണ്. പിതൃകർമ്മങ്ങളുടെ ചെയ്യേണ്ടുന്ന സമയങ്ങളൊക്കെ വരികയാണ്. അതിനാൽ അച്ഛൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പിണ്ടകർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു മാസക്കാലം ചെയ്യുന്നത് തുലാമാസത്തിൽ നിന്ന് വളരെ നല്ലതാണ്. പിതൃക്കൾക്ക് ബലിയിടാൻ ഏറ്റവും നല്ല 3 മാസങ്ങളാണ്. ഒന്ന് കർക്കിടക വാവ്, മറ്റൊന്ന് തുലാമാസത്തിലെ വാവ്, മറ്റൊന്ന് കുംഭമാസത്തിലെ വാവ്. അത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സൂര്യൻ നീചസ്ഥനായതുകൊണ്ടാണ് തുലാമാസത്തിലെ വാവിന് ഇത്ര പ്രാധാന്യം വന്നത്. പിതൃക്കൾക്ക് കൊടുക്കാൻ മുതലായ കർമ്മങ്ങളൊക്കെ ചെയ്ത് അപ്രകാരം തന്നെ പിതൃകർമ്മം, ബലിപ്രീതി ചെയ്യുന്നത് വളരെ ഗുണമാണ്. ശ്രാദ്ധം ആചരിക്കുക എൻ്റെ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർ. എല്ലാവർക്കും ആചരിക്കാം, മേടൻ രാശിക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ആചരിക്കാം. പിന്നീട് ഇന്നത്തെ രാശി അധോമുഖ രാശിയാണ്. അതിനാൽ വാഹന വിഷയം, വാഹനാപകടങ്ങൾ ശ്രദ്ധിക്കണം. വാഹനകാരകനായ ശുക്രൻ നീചസ്ഥനുമാണ് ഇന്നത്തെ രാശിയിൽ. അത് ഏറ്റവും മോശമാണ് മേടൻ രാശിക്കാർ. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആഭരണങ്ങൾ നഷ്ടപ്പെടാതെ നോക്കണം മേടൻ രാശിക്കാർ. ശുക്രൻ 6-ൽ നീചസ്ഥനായി നിൽക്കുകയാണ്. അതിനാൽ നവംബർ 7 വരെ വളരെ ശ്രദ്ധിക്കണം, ആഭരണങ്ങൾ നഷ്ടപ്പെടുക. ഭവേ തുച്ഛലബ്ധിർ ക്രയ വിക്രയബി, വ്യാപാരത്തിൽ തനിക്ക് വളരെ തുച്ഛമായ വരവ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനാൽ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതായിരിക്കില്ല. പ്രതിസ്പർദ്ധയാ നേതി നിദ്രാം കഥാചിത്, ശത്രു കാരണം തനിക്ക് ഉറങ്ങാൻ കഴിയില്ല. പലപ്പോഴും അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ വരും. സ്ത്രീകൾ ശത്രുക്കളാവുക. ഇവിടെ നിർബന്ധമായും ദാമ്പത്യത്തിൽ ക്ലേശങ്ങളുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർ ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദാമ്പത്യ മുട്ട് നാളികേരം കൊണ്ട് വെള്ളിയാഴ്ച ചെയ്യുക പ്ലീസ്. ഈ ഒരു മാസക്കാലം വളരെയധികം ഗുണകരമാകും. ശിവക്ഷേത്രത്തിൽ കൂളമാല, ജലധാര വഴിപാടായി സമർപ്പിക്കുക. വളരെ ശ്രദ്ധിച്ചിട്ട് നീങ്ങണം. പല്ലുകൾക്ക് ബുദ്ധിമുട്ട് വരും. മൂത്രാശയ സംബന്ധമായ യൂറോളജിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾക്ക് വളരെയധികം സാധ്യതകളുണ്ട് ഈ മാസത്തിൽ. കാരണം സൂര്യനോടുകൂടി ചൊവ്വയുമാണുള്ളത്. ചൊവ്വ അഷ്ടമാധിപനാണ്. അതിനാൽ ആരോഗ്യ വിഷയങ്ങളൊക്കെ വളരെ ജാഗ്രത പാലിക്കുക. ആരുമായി തർക്കത്തിനൊക്കെ പോകാതിരിക്കുക. ശത്രു കാരണം ഉറങ്ങാൻ കഴിയില്ല എന്നൊരു ഫലമാണ്. അതിനാൽ പല സ്ഥലത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ശത്രുവുമായി ഉണ്ടാകും. വളരെ ജാഗ്രത പാലിക്കുക. നന്ദി, നമസ്തേ.